ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മലബാറിൻ്റെ സ്വന്തം സ്നാക്കായിട്ടുള്ള അതുപോലെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഉന്നക്കായ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് അതുപോലെ അകത്ത് നല്ല കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ലൻ സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം സെലക്ട് ചെയ്യുന്നതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമുക്ക് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം പറ്റില്ല. നമുക്കിത് പഴുത്ത് വരുന്ന ആ ഒരു സ്റ്റേജിലെ നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഇതുപോലെ ബ്ലാക്ക് കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല തൊലി. അപ്പോൾ ഇത് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ പഴുത്ത് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുപോലുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഉന്നക്കായ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂ. കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഇടികല്ലിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് നല്ലൊരു മാവ് പോലെയായിട്ട് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കിതിൽ നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ പകുതിയോളം ആദ്യം ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പഴം അതുകൊണ്ടാണ് ഇതുപോലെ 3 പീസായി കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെറിയ പഴമൊക്കെ ആകുമ്പോൾ 2 പീസായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, ഒരു 10 മിനിറ്റ് എടുക്കും. ആ ഒരു സമയത്ത് നമുക്കിതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ റൈസിൻസും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ആയി വരുമ്പോൾ ഇതിലേക്കൊരു 4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 കപ്പോളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ പഴത്തിൻ്റെ അളവിലാണ്. നമുക്ക് 4 കപ്പോളം തേങ്ങ ചിരകിയത് വേണം. അതുപോലെ തന്നെ ഇതിൽ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരം ചേർത്തിട്ട് നോക്കുക, നിങ്ങൾക്ക് ടേസ്റ്റിന് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് അത്യാവശ്യം നല്ല മധുരമുള്ള ഫില്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ പഴത്തിന് അധികം മധുരം ഉണ്ടാവില്ല, കാരണം നമ്മൾ അധികം പഴുക്കാത്ത പഴമാണല്ലോ എടുത്തത്. അപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പഴമൊക്കെ കണ്ടില്ലേ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പഴത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് പഴത്തിൽ നിന്നും. അപ്പം നമ്മൾ പഴുപ്പ് കൂടിയ പഴമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെയല്ല ഉണ്ടാവുക, ഒരുപാട് അങ്ങ് വാട്ടർ കണ്ടൻറ്റ് പഴത്തിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാനിത് തൊലിയൊക്കെ മാറ്റുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സീഡ്സൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാണാനായിട്ട് കുറച്ചുകൂടി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു നടുവിലായിട്ട് നിൽക്കുന്ന അതൊന്നങ്ങ് മാറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം ഞാനൊരു ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഗ്രൈൻഡറൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊക്കെ ഉന്നക്കായ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള നമുക്ക് ഈ ഒരു മാവ് പോലെ തന്നെ കിട്ടും. അപ്പോൾ ഗ്ലാസ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്ക് ഒരുപാടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഇതൊന്ന് ഇടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ കട്ടകളൊന്നും കൂടാതെ നല്ല സ്മൂത്തായിട്ട് വന്നാലാണ് നമുക്ക് നല്ല ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു സ്റ്റൈൽ ഉന്നക്കായ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉന്നക്കായുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇതിൽ നമുക്ക് അരയാതെ കിടക്കുന്ന ഒന്നുമില്ല. കണ്ടില്ലേ, നല്ല ഒരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല അതൊക്കെ പോലെ നല്ല നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഈ ഒരു മാവ് വെച്ച് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഇടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിനെ ഒന്ന് ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിലർ വലിയ സൈസിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലാണ്. അപ്പോൾ നമുക്ക് മീഡിയം സൈസിൽ ചെയ്യുമ്പോൾ ഏകദേശം 1 കിലോ വെച്ചിട്ട് നമുക്ക് 20 അങ്ങനെ 2 കിലോ വെച്ചിട്ട് ഒരു 40 ഉന്നക്കായൊക്കെ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക.
അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ പരത്തിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സിൽ ചിലർ മുട്ട ചിക്കിയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കിയെടുത്താൽ നല്ലതായിരിക്കും. അതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ ഒന്നങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് പുറത്ത് വരാതെ മെയിനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ നമുക്ക് ഈ ഒരു ഉന്നക്കായ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വിരലൊക്കെ വെച്ചിട്ട് നല്ലൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതിൽ വിള്ളലൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പ്. അപ്പോൾ ഉന്നക്കായുടെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പഴം പഴുപ്പ് കൂടിപ്പോയി അതിൽ വെള്ളം കയറിയതുപോലെ ഉണ്ട് വേവിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ആ ഒരു പഴം മാത്രം വെച്ച് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കായ പഴവും അതുപോലെ ഫില്ലിങ്സും ഒക്കെ കുക്കായതാണ്. ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ബ്രൗൺ കളർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അല്ലെങ്കിൽ ചിലർ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. അതുപോലെ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഒത്തിരി നേരം ഒരുപാട് നേരം ഇളക്കാതെ നല്ല പതുക്കെ നമ്മൾ ഇളക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ മാവ് ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയവർക്കാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അതായത് നമ്മൾ ഇടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരു പശപ്പ് പോലെയാണ് കിട്ടുക. നന്നായിട്ട് അരഞ്ഞു വരുമെങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇടികല്ലോ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. നമുക്കിതുപോലെ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉന്നക്കായ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.